സക്സസ് സെലിബ്രേഷൻ എന്ന് ഞാൻ ദാസനോട് ചോദിച്ചു, നമ്മുടെ ഡയറക്ടറോട് കൃഷ്ണദാസിന്റെ അടുത്ത് ചോദിച്ചു, ദാസ നമ്മളൊക്കെ ഉണ്ടോ? ഇത് ദുബായിലാണ്. ചേച്ചി ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിക്കുന്ന ഒരു സാധനമുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ ഭയങ്കര. ഇപ്പോഴും ചില ആൾക്കാർ കരിക്കിലി ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. സൈജുവിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാല് ആരെയും കുറ്റം പറയില്ല. ഇത്രയും നീറ്റായിട്ട് ഇത്രയും വൃത്തിക്ക് ഡ്രസ്സ് ചെയ്തിട്ട് പോലും എന്താണ് ആളുകൾ ഇങ്ങനെ എന്നുള്ള. അപ്പം എൻ്റെ അടുത്ത് എനിക്കത് ഭയങ്കര വിഷമം തോന്നുമ്പോൾ എന്നെ അറിയാവുന്നവരൊക്കെ പറയും, നിനക്കറിയാലോ നീ എന്താന്ന്, നമുക്കും അറിയാം, പറയണവർ പറയട്ടെ, ഇവർക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയും. ബട്ട് സ്റ്റിൽ നമ്മൾ ആലോചിക്കും സോഷ്യൽ മീഡിയ എന്താ ഇങ്ങനെ എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിലേക്ക് വരാം. ആ പുള്ളി അഭിനയിക്കുമ്പോൾ ഭയങ്കര പുള്ളിക്ക് അങ്ങ് ഇത് കയറും, ബാധ കയറണ മാതിരി. അപ്പോൾ റിയൽ ആയിട്ട് പിടിച്ച് മുടിക്കുത്തിന് പിടിച്ച് ഉപദ്രവിക്കുന്ന സീന. അപ്പൊ ചേച്ചി മറ്റേ സൂചിയും ഇതൊക്കെ മുടിയിൽ കുത്തിവെച്ചു. കാരണം അത്ര പെയിൻ എടുക്കും ഇയാൾക്ക്. ഇതൊരു സ്ത്രീ, ഒരു മനുഷ്യനാണെന്നുള്ള ബോധം പോലും ഇല്ലാണ്ട് പുള്ളി അങ്ങ് ജീവിക്കും. അപ്പൊ ഇവർക്ക് വേദന എടുക്കണോണ്ട് ചേച്ചി കുത്തിവെച്ചപ്പോ ഇയാൾക്ക് പിടിച്ചപ്പോ കൈവേദന എടുത്തപ്പോ ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആക്കി. ദൃശ്യം 3 ആണ്, അതിൽ ആ സൈക്കാട്രിസ്റ്റിനെ ഞാൻ ഡബ് ചെയ്തത്. അപ്പൊ ആ ലേഡിക്ക് ഡബ് ചെയ്ത് കഴിഞ്ഞത് തിയേറ്ററിൽ വന്നിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്ത്, ചേച്ചി തന്നെയാണ്, ദിവ്യ തന്നെയാണോ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു. നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിലേ എവിടെയെങ്കിലും ആരെങ്കിലും വരുത്തുവാണെങ്കിൽ തേർഡ് പാർട്ടിൽ നിങ്ങളെ കട്ട് ചെയ്യൂട്ടോ എന്നിങ്ങനെ ചുമ്മാ സെക്കൻഡ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ കുച്ചിപ്പുടിയിൽ നിങ്ങൾ ഉണ്ടാവില്ല കേട്ടോ എന്നിങ്ങനെ പറയും എപ്പോഴും. ഞങ്ങൾ തന്നെ പരസ്പരം പറയും, ദേ മര്യാദയ്ക്ക് അഭിനയിച്ചോ, അല്ലെ കുച്ചിപ്പുടി നമ്മളെ കട്ട് ചെയ്ത് കളയും. ഇപ്പൊ തന്നെ സുരാജേട്ടനെ വെച്ചിട്ടൊക്കെ ഹൊററാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റേഴ്സ് ഒക്കെ അടിച്ചു തുടങ്ങിയ ആൾക്കാര്. ചേച്ചി സ്വാഗതം. താങ്ക് യു. ഇപ്പൊ ഒരു വല്ലാത്ത സമയമാണ്. ഉയിര് റിലീസ് ചെയ്തു, തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഭരതനാട്യം 3 അനൗൺസ് ചെയ്തു. മോഹിനിയാട്ടത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഇതേ കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ കരിയറിലെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഭയങ്കര സന്തോഷമാണ്. ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പാട്ടിൽ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ നമ്മൾ ബാക്ക് ടു ബാക്ക് നമുക്ക് സിനിമകൾ വരിക, സിനിമകൾ ആളുകൾ കാണുക, സിനിമകൾ വരുന്നത് വരുമോ വരാതിരിക്കുമോ എന്നുള്ളതല്ല, ആളുകളിലേക്ക് എത്തുക എന്നുള്ളതൊരു വലിയൊരു സന്തോഷമാണ്. ഇപ്പം മോഹിനിയാട്ടത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എന്താ പറയുക ഹിറ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. പടങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടെങ്കിലും സൂപ്പർ ഹിറ്റല്ല സൂപ്പർ ഹിറ്റ് പടം എന്ന് പറയാം. അപ്പം അതൊരു ഭയങ്കര സന്തോഷമാണ്. ഉയിരിൽ ഒരു ത്രൂ ഔട്ട് വേഷമൊന്നും അല്ലെങ്കിലും കണ്ടിറങ്ങിയ എല്ലാവരും അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ അതും വലിയ സന്തോഷമാണ്. ഇപ്പം ഭരതനാട്യം 3 അനൗൺസ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം നമുക്കൊക്കെ അതൊരു സർപ്രൈസ് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ അതായിരിക്കില്ല, പക്ഷെ അത് ഒരു വലിയ സീക്വൽ അതിന് കൂടെ വരുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാവുന്നു. അതും വേറെ ഒരു യോണറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തമാശകളുടെ അപ്പുറത്തേക്ക് ഒരു ഹൊറർ കോമഡി യോണറിലേക്ക് വരികയാണ്. ഈ 3 അനൗൺസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്തായിരുന്നു? നമുക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ധാരണയില്ല അതൊരു സീക്വൽ മൂവി ആണെന്നുള്ളത്. പക്ഷേ അതിനൊരു സീക്വൽ ഉണ്ട്, ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ഒരു സർപ്രൈസ് ആയിരുന്നു നമുക്ക്. ഇതിന് സെക്കൻഡ് പാർട്ടോ? അപ്പം നമ്മളും ആലോചിച്ചു ഈ കഥ എങ്ങനെയാ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടുപോകണേ. നമ്മളവിടെ വെച്ച് എൻഡ് ചെയ്തൊരു സ്റ്റോറി, പിന്നീട് കഥ കേട്ടപ്പോൾ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് അതിന്, ഇങ്ങനെയാണ് എന്നുള്ളത് ഓക്കെ. അപ്പം അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടറും അസോസിയേറ്റും ഒക്കെ പറയേണ്ടത് സമയത്തിന് വന്നില്ല. നമ്മളവിടെ ഒരു ഭയങ്കര ഫൺ സെറ്റാണ്. നമ്മളവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിലേ എവിടെയെങ്കിലും ആരെങ്കിലും വരുത്തുവാണെങ്കിൽ തേർഡ് പാർട്ടിൽ നിങ്ങളെ കട്ട് ചെയ്യൂട്ടോ എന്നിങ്ങനെ ചുമ്മാ സെക്കൻഡ് ഷൂട്ടിംഗ് സമയത്ത് തന്നെ കുച്ചിപ്പുടിയിൽ നിങ്ങൾ ഉണ്ടാവില്ല കേട്ടോ എന്നിങ്ങനെ പറയും എപ്പോഴും. ഞങ്ങൾ തന്നെ പരസ്പരം പറയും, ദേ മര്യാദയ്ക്ക് അഭിനയിച്ചോ, അല്ലെ കുച്ചിപ്പുടിയിൽ നമ്മളെ കട്ട് ചെയ്ത് കളയും. ഇത് തേർഡ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു സംസാരം അവിടെ മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോഴും തേർഡ് പാർട്ട് ഉണ്ടെന്നൊന്നും നമുക്ക് ഉറപ്പില്ല. നമ്മളിതൊരു തമാശയ്ക്ക് പറയുന്നു. നമ്മൾ സിനിമ കഴിഞ്ഞ് തിയേറ്റർ വിസിറ്റിന് പോയിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പം ആളുകളൊക്കെ, അപ്പൊ സൈജുവിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്, അക്കൂട്ടത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ സൈജു പറഞ്ഞത് ഈ പടം ഹിറ്റായാൽ ഞാൻ തേർഡ് പാർട്ട് എടുക്കും, ഹിറ്റ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ പ്രൊഡക്ഷൻ പരിപാടി നിർത്തും, പ്രൊഡ്യൂസർ എന്നുള്ള പദവി മാറ്റിവെക്കും എന്നാണ് സൈജു പറഞ്ഞത്. അത് ഇന്റർവ്യൂസിലും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് ഹിറ്റായാൽ എന്ന്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പടം സൂപ്പർ ഹിറ്റായി. അപ്പം നമ്മൾ തിയേറ്റർ വിസിറ്റിന് ചെല്ലുമ്പോഴും നമ്മൾ ചോദിച്ചു, ഞാനും നന്ദുചേട്ടനും ഒക്കെ ചോദിച്ചു തേർഡ് പാർട്ട് വേണോ എന്ന് ചോദിച്ചു അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിന്റെ അടുത്ത്. അപ്പം എല്ലാവരും വേണം എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പ്രതീക്ഷ കുറെ കൂടെ ഉറപ്പിലേക്ക് പോയി, ലൈക്ക് അത് ഇവർ കൺസിഡർ ചെയ്യും തേർഡ് പാർട്ട്.
എന്നാലും നമുക്കൊരു ഉറപ്പ്, ഒരു 100% ഉറപ്പ് പറഞ്ഞെങ്കിൽ ഇവർ തന്നെ പറയണമല്ലോ. നമ്മളിടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് ഡയറക്ടർ കൃഷ്ണദാസിന്റെ അടുത്തും അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഒന്നും പറയുന്നില്ല, എന്നാ ഉണ്ട് ഇല്ല അങ്ങനെയൊക്കെ. അനൗൺസ് ചെയ്തപ്പോൾ അതൊരു ഭയങ്കര, അതും പേരെന്താണ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ സക്സസ് സെലിബ്രേഷന് മുമ്പേ അറിയായിരുന്നു. പക്ഷെ രാസലീല എന്നാണ് പേരെന്നുള്ള അന്ന് അറിയുന്നത്. നമ്മള് കുച്ചിപ്പുടിയൊക്കെ പ്രതീക്ഷിച്ചോണ്ട്, കുച്ചിപ്പുടി അല്ലെന്ന് ഉറപ്പായിരുന്നു, കുച്ചിപ്പുടി അല്ലെന്ന് നമ്മളുടെ ഇടയിൽ തന്നെ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ആളുകള് ഓഡിയൻസ് വിചാരിച്ചത് കുച്ചിപ്പുടി ആയിരിക്കും. ഇപ്പൊ തന്നെ സുരാജേട്ടനെ വെച്ചിട്ടൊക്കെ ഹൊററാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റേഴ്സ് ഒക്കെ അടിച്ചു തുടങ്ങിയ ആൾക്കാര്. സുരാജേട്ടന്റെ കണ്ണ് വൈറ്റ് ആക്കി അങ്ങനെ നിൽക്കുന്ന, ചാക്കിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പോസ്റ്റർ ഇന്ന് ഞാൻ 2-3 കണ്ടു ഇൻസ്റ്റഗ്രാമില്. അപ്പൊ നമ്മളിത് കാണുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴേ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതൊരു വലിയൊരു സന്തോഷവും ഒപ്പം ഒരു സക്സസ് ആയി എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഇതുണ്ട്. ഫസ്റ്റ് തിയേറ്ററിൽ താരതമ്യേന ഓടിയിട്ടില്ല, താരതമ്യേന നല്ല വലിയ രീതിയിൽ ഇത് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ സിനിമയ്ക്ക് നിങ്ങൾ കയറുന്നത് ഒരു പക്ഷെ മറ്റൊരു ഫീലോടുകൂടെ ആയിരിക്കും. മോഹിനിയാട്ടം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു മൈൻഡിൽ ആദ്യം വന്നത്? മോഹിനിയാട്ടം നമ്മൾ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ആർട്ടിസ്റ്റുകൾ, കുടുംബത്തിലുള്ളവര്, ഞങ്ങൾക്കൊരു പ്രത്യേക ബോണ്ടിങ് ഉണ്ട്. ഇതിപ്പം എത്രത്തോളം പുറം ലോകത്തിന് മനസ്സിലാവും എന്നറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഇപ്പം സ്വാതി ആണെങ്കിലും ശ്രുതി ആണെങ്കിലും കലച്ചേച്ചി ആണെങ്കിലും ശ്രീജ ചേച്ചി ആണെങ്കിലും നമ്മുടെ ഇരട്ട പിള്ളേരാണെങ്കിലും ഈവൻ സൈജു ആണെങ്കിലും എല്ലാവരും തമ്മിലൊരു ഭയങ്കര ഒരു സ്നേഹവും ഒരു വാംത്തും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇതിന്റെ ഷൂട്ടിന്റെ ഇടയിൽ തന്നെ ഞാനും സ്വാതിയും ശ്രുതി ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടത് ഇതൊന്ന് തിയേറ്ററിൽ കണ്ടാൽ മതി, നമുക്ക് ഓരോ സീൻ ചെയ്ത് കഴിയുമ്പോഴും ഇതൊന്നും എങ്ങനെ കാണാൻ പറ്റും നമുക്ക്, നമ്മൾ ചെയ്തു മോണിറ്ററിൽ കാണുന്നുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കൊതിയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഡബിന് പോയപ്പോഴും നമുക്കിത് നമ്മൾ കാണുന്നത് നമ്മുടെ പോർഷൻ ഡബ് ചെയ്യുമ്പോൾ അത് മാത്രമാണല്ലോ, നമുക്ക് കഥ അറിയാം. ഓൾമോസ്റ്റ് എല്ലാ സീനും നമ്മൾ കാണുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളില്ലാതെ ഒരു സീൻ ഇല്ലല്ലോ. ഇല്ല, ഓൾമോസ്റ്റ് ഒരു 80% നമ്മളുണ്ടല്ലോ. പിന്നെ ബാക്കി വരുന്നതിലൊക്കെ ഉള്ളൂ ബേബിയുടെ കുറെ പോർഷൻസ്, സുരാജേട്ടന്റെ പോർഷൻസും അങ്ങനെയൊക്കെ ഉള്ളൂ ഇല്ലാത്തത്. അതും നമുക്കറിയാം. പക്ഷെ ഇത് സിനിമയായിട്ട് കാണണമല്ലോ, നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടല്ലേ കാണുന്നേ. അപ്പൊ അതൊരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇത് എങ്ങനെ വരും. പിന്നെ തമാശ എന്ന് പറയുന്നത് നമ്മൾ ചിരിച്ചത് കൊണ്ട് കാര്യമില്ല, ജനങ്ങൾ ചിരിക്കുമോ എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. അതൊരു ക്യൂരിയോസിറ്റി ഫാക്ടർ, അത് ആളുകളിലേക്ക് എത്തുമോ. സൈജുവിന് ടെൻഷനായിരുന്നു അന്ന്, പക്ഷെ അന്ന് തന്നെ ഹൗസ്ഫുൾ ആയിരുന്നു. അതൊരു ഭയങ്കര, എനിക്കറിയില്ല, ഇത്രയും സന്തോഷിച്ചിട്ടുള്ള നിമിഷങ്ങൾ വളരെ കുറവായിരിക്കും ജീവിതത്തിലോ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വേറെ പല കാര്യങ്ങളിലും നമ്മൾ സിനിമാപരമായി ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും സന്തോഷിക്കുന്നത് ഇപ്പോഴാണ്. മോഹിനിയാട്ടം കണ്ടിറങ്ങുന്ന ആ നിമിഷം. അതെ, ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഡബിന്റെ സമയത്തൊക്കെ സിനിമ കാണുമ്പോഴും അതാവണം എന്നില്ലല്ലോ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന്റെ തിയേറ്റർ വിസിറ്റിന്റെ സമയത്ത് ഞാൻ നിങ്ങളുടെ ടീമിനെ കണ്ടിരുന്നു. അപ്പം തിയേറ്ററിൽ ആളുകൾ കൈയടിക്കുന്നത് കണ്ടിട്ട് ഇവരുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം വേറെ തന്നെയാണ്. ഈ തിയേറ്റർ വിസിറ്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഇത്തരം മൊമെന്റുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൈയടി കിട്ടുന്നു, ചിലത് നമ്മൾ പ്രതീക്ഷിച്ച് ചിലപ്പോൾ കൈയടി കിട്ടിയെന്നും വരില്ല. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കുറെ നമ്മുടെ കോമഡി പലതും നമ്മൾ വർക്ക് ആയില്ല എന്ന് വിചാരിച്ച സ്ഥലത്തൊക്കെ ഭയങ്കര കയ്യടിയും ആർപ്പുവിളിയും ഒക്കെ കേൾക്കുമ്പോ ഇതൊക്കെ വർക്കായോ അങ്ങനത്തെ ഒരു സാധനം ചിലത് നമുക്ക് ഉറപ്പാണല്ലോ. ഇപ്പൊ ചേച്ചി തിരിക്കുന്ന സ്ഥലത്ത് അതൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അത് വർക്കായി. അങ്ങനത്തെ ചില സാധനങ്ങൾ ചില തിയേറ്ററിൽ ചിലര് ഭയങ്കര ഇതാ, പക്ഷെ അതേ സാധനം ചിലടത്ത് അത് അത്രയും വർക്ക് ആവണമെന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു സാധനങ്ങളൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരണോ എന്ന് ചോദിക്കുന്നത് വിനയ് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹൈറ്റ്, പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, സോറി, എഴുന്നേറ്റ് നിൽക്കുന്ന പയ്യൻ എഴുന്നേറ്റിരിക്കുമ്പോ ഇതെന്താ വളരണോ, ആ സാധനത്തിനൊക്കെ ആളുകള് അതേപോലെ ഇത് ഫൗളാന്നും പറഞ്ഞിട്ട് അവന്റെ ഒരു മെസ്സേജ് വരുമല്ലോ, ദിസ് ഇസ് ഫൗൾ എന്നും പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെ ഭയങ്കര കയ്യടിയും ഭയങ്കര ചിരിയുമായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഞാൻ മറ്റുള്ളവരാരും എനിക്കറിയില്ല, ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ളൊരു സ്വീകരണം കിട്ടിയ ആളുകളിൽ നിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പറഞ്ഞ പോലെ സാധാരണ സിനിമയുടെ 2ാം ഭാഗം 3ാം ഭാഗം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആർട്ടിസ്റ്റുകൾ ഒന്നിക്കും, അല്ലെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻസ് ഒന്നിക്കും. നിങ്ങൾ കുടുംബമാണ് ഒന്നിക്കുന്നത്. ഒരേ കുടുംബം വീണ്ടും സെറ്റിലേക്ക് തിരിച്ചു വരുന്നു, അവിടെ വീണ്ടും അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു, നിങ്ങൾ തിരിച്ചു പോകുന്നു, അടുത്ത ദിവസം അടുത്ത സിനിമയിൽ വീണ്ടും ഒന്നിക്കുന്നു. ഈ ഒരു കുടുംബത്തിന്റെ ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ട്, അതെങ്ങനെയാണ്? നമ്മൾ ആദ്യത്തെ ഇതിൽ തന്നെ ഭരതനാട്യത്തിൽ തന്നെ നമ്മളുടെ ഇടയിൽ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ബോണ്ടിങ് എങ്ങനെയോ ഉണ്ടായി. അത് പക്ഷേ ഈ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മോഹിനിയാട്ടത്തിന്റെ സമയത്തുണ്ടായ
അത്രയും ഇല്ല. രണ്ടാമത് നമ്മൾ മോഹിനിയാട്ടത്തിലേക്ക് നമ്മൾ എല്ലാവരും കൂടെ കണ്ണൂർക്ക് ട്രാവൽ ചെയ്യുവാണ്. അഭിനയിക്കുമ്പോൾ നമുക്ക് ഈഗോയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിലെ ആൾക്കാരുടെ കൂടെ അഭിനയിക്കുന്നു. അപ്പൊ എനിക്കൊരു ഡയലോഗ് പറയുമ്പോഴും എനിക്ക് പേഴ്സണലി ഇപ്പൊ ശ്രുതിയോട് നീ ഒന്നെടുത്ത് മാറ്റി വെച്ചേ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിയോട് പറയുന്ന അതേ ലാഘവത്തോടു കൂടി പറയാൻ പറ്റുന്നുണ്ട്. മറിച്ച് അതൊരു വേറൊരു നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് ഇല്ല, ഒരു കെമിസ്ട്രി ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കത് അത്രയും ഈസായിട്ട് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. മോഹിനിയാട്ടത്തിൽ എനിക്ക് കുറെ നല്ല ബന്ധങ്ങൾ കിട്ടി. ഫാമിലി ക്രിയേറ്റ് അത് ഭയങ്കര ഒരു. പിന്നെ ഇപ്പൊ തേർഡിൽ ഞാൻ ഇപ്പൊ ചോദിച്ചല്ലോ അതിൽ വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നു എന്ന്. ഞാനത് കഴിഞ്ഞ ദിവസം സക്സസ് സെലിബ്രേഷൻ എന്ന് ഞാൻ ദാസനോട് ചോദിച്ചു, നമ്മുടെ ഡയറക്ടറോട് കൃഷ്ണദാസിന്റെ അടുത്ത് ചോദിച്ചു, ദാസ നമ്മളൊക്കെ ഉണ്ടോ? ഇത് ദുബായിലാണ്, ശശിധരൻ കല്യാണം കഴിച്ച ദുബായിക്കോ, ദുബായിൽ വെച്ച കഥ. ഞാൻ ചേച്ചിക്ക് ഇടയ്ക്ക് വരാലോ അവിടെ. ഇല്ല നിങ്ങൾ ആരും ഇല്ല. കലച്ചേച്ചി ഒരു ഭയങ്കര സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. അവരുടെ സൗണ്ട് പോയ കഥയൊക്കെ നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കഥയായിരുന്നു. പക്ഷെ ആ സൗണ്ടിനെ അവരെത്ര രസമായിട്ട് സിനിമയിലേക്ക് ഇത് പ്ലേസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫാക്ടറുണ്ട്. കലച്ചേച്ചി ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കലച്ചേച്ചിയായിട്ടുള്ളൊരു ബന്ധം, ചേച്ചിയുടെ ഒരു പ്രോസസ്സ് നേരിട്ട് കാണുന്ന കൂടെ നടക്കുന്ന ആളെ കൂടെയാണല്ലോ. കലച്ചേച്ചി എന്ന് പറയുന്ന ഒരു ഫാക്ടർ എങ്ങനെയാണ്? ഞാൻ ഉറവശി ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. കൽപ്പന ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. കലച്ചേച്ചി ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സീനിയർ ആർട്ടിസ്റ്റ് ആണ്, ഇവർ മൂന്നുപേരും ഒരു ഫാമിലി, നമുക്ക് ഇവരുടെ ഹിസ്റ്ററി ഒക്കെ കുറേയൊക്കെ അറിയാലോ, ജാടയായിരിക്കുന്നായിരുന്നു. പക്ഷെ ആ സെറ്റിൽ വന്ന് ചേച്ചി ഒരു ഭയങ്കര പരിപാടി ചെയ്തു. വന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരെയുമായിട്ട് കൂടി നമ്മൾ ഷോട്ട് കഴിഞ്ഞ് നമ്മൾ കാരവനിൽ പോകാൻ നേരത്ത് ചേച്ചി പറയുമ്പോൾ മക്കളെ ഇവിടെ ഇരിക്കും, മക്കളെ എന്നല്ലാണ്ട് ചേച്ചി വിളിക്കില്ല. ആ മക്കളെ വിളിയിൽ ഒട്ടും ഫേക്ക് അല്ലാതെ വളരെ ജെനുവിനായിട്ട് ഉള്ളീന്ന് വരുന്ന വിളിയാണ്. അപ്പം നമുക്കറിയാം അത് അത്രയും സ്വീറ്റാണ് ചേച്ചി. അപ്പോൾ പോകാൻ നേരത്ത് ഇവിടെ ഒന്ന് ഇരിക്കും മക്കളെ, അങ്ങനെ അങ്ങനെ ചേച്ചി വിളിച്ചിരുത്തി പഴയ കഥകൾ. അപ്പം ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഈ മറ്റേ സൗണ്ട് പോയതും ആ കഥകളൊക്കെ നമ്മളോട് പറയും. പിന്നെ അഭിനയിച്ച കഥകൾ, കൽപ്പന ചേച്ചിയുടെ കഥകൾ, ഉർവശി ചേച്ചിയുടെ കഥകൾ, അവരുടെ അച്ഛൻ്റെ കഥകൾ, ഫാമിലി, അങ്ങനെ പിന്നെ മറ്റ് ആർട്ടിസ്റ്റുകളുടെ ലൊക്കേഷനിലുണ്ടായ കഥകൾ ഇങ്ങനെ പറയും. എന്ത് രസമറിയോ കേൾക്കാൻ, നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. എന്നിട്ട് ഈ ഒരു സാധനം അങ്ങനെ. പിന്നെ ചേച്ചി ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ഇപ്പൊ മോഹിനിയാട്ടത്തിൽ എസ്പെഷ്യലി ഞങ്ങൾ ചേച്ചിയുടെ കൂടെ റൂമിൽ പോയിരിക്കും. പിന്നെ അഭിനയിക്കുന്ന കാണുമ്പം നമ്മൾ നോക്കിയിരുന്നു ഈ സാധനമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ. ഞങ്ങൾ ഇങ്ങനെ ആ പടത്തിൽ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഇത് കൊള്ളാലോ പരിപാടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു. നിങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു? പിന്നെ അത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. ചേച്ചി അങ്ങനെ നിൽക്കണേ ഞാൻ കണ്ടില്ലായിരുന്നു ആദ്യത്തെ ഇതില് റിഹേഴ്സലില്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും ശ്രദ്ധിച്ചറിയാം, കൊലപാതക സീനിൽ ഞാൻ ചിരിക്കുന്നുണ്ട് ഇപ്പോഴും ആ ഓക്കെ ടേക്കില്ല. അപ്പൊ ഓക്കെ ടേക്ക് അല്ലാത്തതിൽ എന്തോരം ചിരിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു. അതൊക്കെ ചേച്ചിയുടെ ഈ ഗോഷ്ഠിയൊക്കെ ചേച്ചി ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിക്കുന്ന ഒരു സാധനമുണ്ട്. ചെറിയ സാധനങ്ങൾ ഭയങ്കര. അതുപോലെ തന്നെ സായിച്ചേട്ടനും കേട്ടോ, മറ്റേ ഭരതനാട്യത്തിൽ ഞാൻ സായിജുവിനോടും ഒക്കെ അന്ന് പറഞ്ഞിരുന്നു, എങ്ങനെയാ ഈ ഡയലോഗ് ഇല്ലാതെ മനുഷ്യരെ ഓരോ കണ്ണും മൂക്കും കൊണ്ടൊക്കെ ആ സീൻ നന്നാക്കുന്നതെന്ന് പറയണത് ഭയങ്കര കഴിവ് തന്നെ. ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ കൂട്ടം നിങ്ങളുടെ സെറ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പം കലച്ചേച്ചിയോടൊപ്പം തന്നെ നന്ദു ചേട്ടൻ ഉണ്ടായിരുന്നു, സുരാജ് ചേട്ടൻ ഉണ്ടായിരുന്നു, സൈജ് ചേട്ടൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുപാട് സിനിമകളിലുള്ള സെറ്റിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിന്റെ ഒരു കഥകളുടെ കൂട്ടം ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും കഥയോ എക്സ്പീരിയൻസോ? സൈജുവിന്റെ കഥകള് എന്ന് പറയുന്നത് സൈജുവിനുണ്ടായ അനുഭവങ്ങൾ കുറെ സൈജു പറഞ്ഞിട്ടുണ്ട്. മോശം എന്ന് വെച്ചാൽ വിഷമം തോന്നിയിട്ടുള്ള അനുഭവങ്ങളും അല്ലാത്തതും. പിന്നെ സൈജുവിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാല് ആരെയും കുറ്റം പറയില്ല. അങ്ങനെ അങ്ങനെ കുറ്റം പറയാനോ അങ്ങനെ മോശം കാര്യങ്ങൾ പറയാനോ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ സൈജു ഉള്ളപ്പം നമുക്ക് കുറ്റം അങ്ങോട്ടും പറയാൻ തോന്നൂല, കാരണം ഇങ്ങോട്ടും പറയില്ലല്ലോ. ആരെങ്കിലും കുറ്റം പറയണം എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുമോ വേണ്ട, എന്തിനാ ആ മനുഷ്യൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കുക നമ്മളായിട്ട്. ഇനി ചേച്ചി പഴയ നസീർ സാറിന്റെ കഥകളും അങ്ങനത്തെ കുറെ ഇങ്ങനെ കഥ ഇപ്പൊ പറയാൻ ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അത്തരം കഥകളൊക്കെ പറയായിരുന്നു. ഉമ്മറിന്റെ കഥ, അവരൊക്കെ ഒരുപാട് സീനുകളില് ഏതോ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിച്ചപ്പം ഈ മുടി കുത്തിന് പിടിച്ചു വലിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം ആ പുള്ളി അഭിനയിക്കുമ്പോ ഭയങ്കര പുള്ളിക്ക് അങ്ങ് ഇത് കയറും, ബാധ കയറണ മാതിരി. അപ്പൊ റിയൽ ആയിട്ട് പിടിച്ച് മുടി കുത്തിന് പിടിച്ച് ഉപദ്രവിക്കുന്ന സീനാ. അപ്പൊ ചേച്ചി മറ്റേ സൂചിയും ഇതൊക്കെ മുടിയിൽ കുത്തിവെച്ചു, കാരണം അത്ര പെയിൻ എടുക്കും. ഇയാൾക്ക് ഇതൊരു സ്ത്രീ ഒരു മനുഷ്യനാണെന്നുള്ള ബോധം പോലും ഇല്ലാണ്ട് പുള്ളി അങ്ങ് ജീവിക്കും.
അപ്പൊ ഇവർക്ക് വേദന എടുക്കണോണ്ട് ചേച്ചി കുത്തി വെച്ചപ്പോ ഇയാൾക്ക് പിടിച്ചപ്പോ കൈ വേദന എടുത്തപ്പോ ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആക്കി, അങ്ങനത്തെ കഥകളൊക്കെ. സൈജേട്ടന് പ്രൊഡക്ഷനെ പറ്റിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് എന്ന് കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്ത് കൃത്യസമയത്ത് പാക്കപ്പ് ആവുകയും അതേപോലെ റെമ്യൂണറേഷൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് സക്സസ് സെലിബ്രേഷൻ്റെ സമയത്തൊക്കെ അത്തരത്തിൽ ആളുകൾ വന്ന അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോട് ഡയറക്ഷൻ ടീമിനോടൊക്കെ കാണിക്കുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ട്. അത് പലപ്പോഴും പല സെറ്റുകളിലും ആളുകൾ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. ആ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? എൻ്റെ ജീവിതത്തിൽ ഞാൻ 45 സിനിമകൾ ചെയ്തു, വലിയ ബാനറിലും ചെറിയ ബാനറിലും, ചെറിയ റോളും വലിയ റോളും ഒക്കെ ആയിട്ട്. ഇത്രയും സിനിമകളുടെ ഇടയിൽ രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4:30 മണിക്കും 5 മണിക്കും 6 മണിക്കും പാക്കപ്പ് ആയ സിനിമ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും 6 മണിക്ക് പാക്കപ്പ് ആയ സിനിമകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് ഭരതനാട്യം ആണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും 6 മണി 6:30 ആകുമ്പോൾ പാക്കപ്പ് ആണ്. പിന്നെ നൈറ്റ് സീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നൈറ്റ് നിൽക്കേണ്ടി വരുന്നുള്ളൂ. 9-9:30 വരെയൊക്കെ മാക്സിമം. പല സിനിമകളും 10 മണി 11 മണി വരെയൊക്കെ പോകുന്നതുണ്ട്. ഇപ്പം നൈറ്റ് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വീണ്ടും വരേണ്ടി വരും. ഇന്ന് നൈറ്റ് ഉണ്ട്, നാളെ രാവിലെ വരണം. അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഹെക്ടിക് ആയിട്ടുള്ള സ്കെഡ്യൂളിൽ നമ്മൾ ആകെ ടയേർഡ് ആവും, നമുക്ക് ഇറിറ്റേറ്റഡ് ആവും. ഇതങ്ങനെയല്ല, നമുക്ക് ഭയങ്കര ഉത്സാഹമാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ 7 മണിക്ക് ഇറങ്ങി 6:30 ആകുമ്പോൾ നമ്മൾ ഫ്രീ ആണ്. ചിലപ്പം ഉച്ചയ്ക്കേ തീരും, അങ്ങനെയൊക്കെ. അപ്പം എന്നിട്ടും ബഡ്ജറ്റിൽ നിന്നു, സമയത്തിന് തീർന്നു എന്നുള്ളത് ഭയങ്കര ഒരു അതിശയമാണ്. അത് പ്ലാനിങ്ങിൻ്റെ കറക്റ്റ്, അസോസിയേറ്റ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും കറക്റ്റ് പ്ലാൻ ചെയ്തതിൻ്റെയും ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരേപോലെ അഭിനയിച്ചതിൻ്റെ അതും പറയണമല്ലോ. എല്ലാ ആർട്ടിസ്റ്റുകളും ഡിലേ വരുത്താതെ അവരെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അത് ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. സിനിമ കാണുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അതിലൊരു സ്പെഷ്യൽ മൊമെൻ്റ് ഉണ്ടാവും. ഇപ്പം മോഹിനിയാട്ടത്തിന് ഇപ്പം എനിക്ക് ഏറ്റവും ഉള്ളിലിങ്ങനെ എപ്പോഴും നിൽക്കുന്ന ജഗദീഷ് ചേട്ടന് ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയറി ഹെൽപ്പ് വേണോ ചോദിക്കുന്ന ഒരു സീനുണ്ട്. ഇതേപോലെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് മൊത്തം സിനിമ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എടുത്ത് ഒരു സീൻ എന്ന് പറയാൻ, എനിക്ക് നന്ദുചേട്ടനെ ചീത്ത പറയുന്ന സീനുകളെല്ലാം എനിക്കിഷ്ടം. കാരണം അത് ഭയങ്കര ഫണ്ണാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഇടോ എന്നൊക്കെ പറയുമ്പം പുള്ളി അത് അപ്പത്തിന് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. എനിക്കത് ഭയങ്കര ഇഷ്ടം. അത് കഴിയുമ്പോൾ നമ്മളുടെ ഇടയിൽ ഒരു പൊട്ടിച്ചിരിയാ അങ്ങനത്തെ സീനുകൾ കഴിയുമ്പോൾ. പിന്നെ നമ്മൾ ഈ അച്ചപ്പവും മിച്ചറും ഒക്കെ ആണല്ലോ നമ്മൾ ഈ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുന്നത്. അപ്പം ഇത് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യാമറ മാറ്റി വെക്കുന്ന സമയമുള്ളപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് തിന്നും. അതേപോലെ ഉപ്പിലിട്ടത്. അപ്പം സെറ്റിൽ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊക്കെ കാണാണ്ടായി കുറേ കഴിഞ്ഞപ്പോൾ. ഞാനും ശ്രുതിയും സ്വാതിയുമാണ് മെയിനായിട്ട് ഇത് തിന്നുന്ന ആൾക്കാർ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ശ്രീജ ചേച്ചിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ബബുലുവിൻ്റെ കയ്യിൽ, ക്യാമറാമാൻ ബബുലുവിൻ്റെ കയ്യിൽ ചിപ്സ് ഇരിക്കുന്നു. ബബുലു ശ്രുതിയെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് ആ മുറുക്കെടുത്ത് ബബുലുവിന് കൊടുത്ത ചിപ്സ് കൊടുക്കാന്ന് ഇവർക്ക്. അങ്ങനത്തെയൊക്കെയുള്ള ഷോർട്ടിന്റെ ഇടയ്ക്കാന്ന് ആലോചിച്ചോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ ഫൺ മൊമെന്റ് ഉണ്ട്. ഡബിങ്ങിന്ന് സിനിമയിലേക്ക് അല്ല, ഡബിങ്ങിൽ വലിയൊരു സ്പേസ് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ആളാണ് ചേച്ചി. ഡബിങ്ങിൽ തന്നെ OG ആണല്ലോ ശ്രീജി ചേച്ചി. ശ്രീജി ചേച്ചിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ്, അതേപോലെ ഡബിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ്? ശ്രീജ ചേച്ചി എനിക്ക് നമ്മൾ അഭിനയിക്കുന്നതിന് മുന്നേ മുതലേ ശ്രീജ ചേച്ചി അറിയാം എനിക്ക്. കാരണം ശ്രീജ ചേച്ചിയുടെ കുറേ വർക്ക്സ് ഞാൻ, അതായത് ഈ തമിഴ് തെലുങ്ക് സീരിയൽസ് ഒക്കെ എടുത്ത് ചേച്ചി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അതിന് ഡബ് ചെയ്തൊക്കെ ചേച്ചിയായിട്ട് പരിചയമുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങൾ ഡബിങ് ആർട്ടിസ്റ്റുകളാണല്ലോ, എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും അടുപ്പമൊന്നും ഇല്ലായിരുന്നു. ചേച്ചി ഭയങ്കര ഡൗൺ ടു എർത്ത്, ഭയങ്കര എന്താ പറയുക, പതിഞ്ഞ സ്വഭാവമുള്ള ആളാണ്. ഒത്തിരി ബഹളങ്ങളൊന്നും ഇല്ലാത്ത, എപ്പോഴും വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ളൊരു ആളാണ്. ചേച്ചി അഭിനയിക്കുമ്പം ചേച്ചി നന്നായിട്ട് അഭിനയിക്കും. ഒരു നല്ല ഡബിങ് ആർട്ടിസ്റ്റിന് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും എന്ന് കാണിച്ചു കൊടുത്ത ഒരാളാണ് ചേച്ചി. എന്നാലും ചേച്ചി എപ്പോഴും ചോദിക്കും ഓക്കെ ആയോ, അങ്ങനത്തെ ഒരു ഇതുള്ള കൂട്ടത്തില്ല. നമ്മൾ കഥകൾ പറയുമ്പോൾ പഴയ ഡബിങ് രീതികളും പണ്ടൊരുപാട് സ്ട്രഗിൾ ചെയ്തതും ഒരുപാട് ഡബിങ് സ്ഥലത്തുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് പാരവെപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞ് കഥകൾ കുറെ കേട്ടിട്ടുണ്ട്. പിന്നെ ചേച്ചി കൂടുതലും ചെന്നൈയിൽ തന്നെ ആയിരുന്നു. ഇവിടെ കേരളത്തിൽ ചേച്ചി കുറവാണ് വന്ന്. പിന്നെ കാവ്യാമാധവൻ, ചേച്ചിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ കാവ്യാമാധവനും റോമയും ശാലിനിയും ഒക്കെ ചേച്ചി തന്നെയാണല്ലോ. അപ്പൊ ഇപ്പോഴും ശ്രുതിയുടെ അടുത്ത് പറയും കണ്ണടച്ച കാവ്യാമാധവനെ കേൾക്കുന്നില്ലേ എന്ന് ചേച്ചി സംസാരിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിപ്പോ നമ്മുടെ മോഹിനിയാട്ടം റിലീസായി കഴിഞ്ഞപ്പം ഒരു റിവ്യൂവർ
പറഞ്ഞു ശ്രീജ രവിയെ കൊണ്ട് ഡബ് ചെയ്യിക്കണ്ടായിരുന്നു, അവരുടെ വോയിസ് ഭയങ്കര സ്വീറ്റ് ആണ്, ഈ കഥാപാത്രത്തിന് വേറെ ആരെങ്കിലും ഡബ് ചെയ്തിരുന്നെങ്കിൽ നന്നാ. അത് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ചേച്ചി ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് അങ്ങനെ എന്തോ മോളെ അങ്ങനെ പറഞ്ഞു. ഞാൻ ചേച്ചി ബോധമില്ലാത്തൊരു പലതും പറയും. സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ഉള്ള ചേച്ചിയുടെ വോയിസ് അല്ലേ, ചേച്ചിക്ക് വേറെ ആളെ ഡബ് ചെയ്തെങ്കിൽ നമുക്ക് പറയാം അയ്യോ അവർക്ക് പകരം കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കായിരുന്നു. ഇത് പിന്നെ പോരാത്തന്നെ ഈ ക്യാരക്ടർ പാവമാണ്, അപ്പൊ ഈ വോയിസ് മാച്ച് ആവും. അയാളത് പറഞ്ഞെന്ന് വെച്ചാൽ അല്ല എന്നാലും അങ്ങനെ പറഞ്ഞില്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു ചേച്ചിക്ക്. അത്രയും പാവമാ ചേച്ചി. ഇങ്ങനത്തെ റെസ്പോൺസസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിക്കാറുണ്ടോ? ഇപ്പം റിവ്യൂസ് വരാറുണ്ട്, പലർക്കും പല രീതിയിലായിരിക്കും പലരും സിനിമ കാണുക, പല അഭിപ്രായങ്ങൾ വരാറുണ്ട്. ഇപ്പം മോഹിനിയാട്ടം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊതുവെ സിനിമകളിൽ. അപ്പൊ ഇത്തരം നിരൂപണങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് വരുമ്പോൾ അതിൽ സന്തോഷിക്കാറുണ്ടോ? എനിക്ക് എൻ്റെ അഭിനയത്തെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ ബോധോടല്ല. കാരണം നമുക്കത് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബോധോടല്ലെന്നല്ല, നമ്മൾ ഓക്കെ അഭിനയിച്ചത് ശരി അങ്ങനെ കേട്ടിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവർ വളരെ മോശമായിട്ടാണ് അഭിനയിച്ചതെന്ന് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ കൺസേൺ എപ്പോഴും ബോഡി ഷെയ്മിങ് ആണ്. എൻ്റെ ബോഡി ഷെയ്മിങ് അത്യാവശ്യം നന്നായിട്ട് ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഹെൽത്തിന്റെ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വെയിറ്റ് ഗെയിൻ ഉണ്ടായി, അപ്പം തന്നെ നമ്മൾ കുറച്ച് ഡൗൺ ആണ് അതിൽ. എപ്പോഴും ഒരാൾക്ക്, എസ്പെഷ്യലി ഒരു സ്ത്രീക്ക് എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ കാരണം പലപ്പോഴും നമ്മൾ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം ഇപ്പം ഞാൻ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കുന്ന സമയത്ത് ചില വീഡിയോസിന്റെ അടിയിലൊക്കെ കമന്റ്സ്, അതും ചിലർ ഭയങ്കര വൾഗറായിട്ടൊക്കെ കമന്റ് ഇടും. അത് അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര, ഇത്രയും നീറ്റായിട്ട് ഇത്രയും വൃത്തിക്ക് ഡ്രസ്സ് ചെയ്തിട്ട് പോലും എന്താണ് ആളുകൾ ഇങ്ങനെ എന്നുള്ള. അപ്പം എൻ്റെ അടുത്ത് എനിക്കത് ഭയങ്കര വിഷമം തോന്നുമ്പോൾ എന്നെ അറിയാവുന്നവരൊക്കെ പറയും നിനക്കറിയാലോ നീ എന്താന്ന്, നമുക്കും അറിയാം, പറയണവർ പറയട്ടെ ഇവർക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പറയും. ബട്ട് സ്റ്റിൽ നമ്മൾ ആലോചിക്കും സോഷ്യൽ മീഡിയ എന്താ ഇങ്ങനെ എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഹേർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം അത്യാവശ്യം നന്നായിട്ട് ഹേർട്ട് ചെയ്യാറുണ്ട്. ഇതിനു മുന്നേ ഇതുപോലെ സൈബർ ആക്രമണം ഉണ്ടായ സമയത്ത് ചേച്ചി അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പം സൈബർ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇത് കണ്ടിന്യൂസ്ലി നമ്മളിത് കേട്ടുകൊണ്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ അറ്റാക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് ശരിക്കും നമ്മുടെ കരിയറിനെയും നമ്മളുടെ പേഴ്സണൽ ലൈഫിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമല്ലേ? ചേച്ചി ഒരു പക്ഷെ ഇന്ന് കുറെ വിട്ടു നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എല്ലാവർക്കും അതിന് സാധിക്കില്ലല്ലോ. പലരും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ആളുകളുണ്ടാവും. ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യില്ലേ? ഉണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഒരു, എസ്പെഷ്യലി ഒരു സ്ത്രീ ആയിരിക്കെ നമ്മളൊരു പബ്ലിക് ഫംഗ്ഷന് ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കില്ല നമ്മുടെ ചുറ്റിനും ക്യാമറ ഉണ്ടെന്ന്. ഇല്ലേ, ചന്ദ്രയ്ക്ക് അറിയാലോ. ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാലും കുറെ കഴിഞ്ഞ് നമ്മളായിട്ടിരിക്കും, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നെന്നൊക്കെ ഇരിക്കും. അപ്പം ഇതൊക്കെ എടുത്ത് ആർട്ടിസ്റ്റ് ദിവ്യ എം നായർ ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇത് ഇടുന്നത്. എൻ്റെ കാര്യം മാത്രമല്ല, ഞാൻ പബ്ലിക്കലി എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. ഇത് അതാ പറഞ്ഞ, നമ്മൾ എത്ര നീറ്റായിട്ട് വേഷം ധരിച്ചാലും, എത്ര നീറ്റായിട്ട് നമ്മൾ പബ്ലിക്കിൽ അപ്പിയർ ചെയ്താലും പറയാനുള്ളവർ പറയും. ആദ്യമൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളാണെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവരെ അവർക്ക് ഇത് ഹേർട്ട് ആവുമല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ കൺസേൺ. പിന്നെ ഫാമിലിയിലുള്ളവർ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ പോകാൻ പറ, നമുക്കറിയാലോ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ആശ്വാസം. ഇനി ഇതിനൊക്കെ ഒരു കൺട്രോൾ ഇല്ല ചന്ദ്ര, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. ഇത് ആളുകൾ പറയുന്നത് ഭ്രാന്തന്മാരാണെന്നങ്ങ് വിചാരിച്ചങ്ങ് കളയുക, അത്രേ ഉള്ളൂ, ഒഴിവാക്കി അതേ പറ്റുള്ളൂ. പിന്നെ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ എന്താ, അപ്പൊ പിന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കരിയറിൽ വലിയൊരു ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ടാവുക ഭീമന്റെ വഴിയിലെ റീത്തയിലൂടെ തന്നെയായിരിക്കും. റീത്ത ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓറ ഉണ്ട്. അതായത് ഇപ്പോഴും നമ്മൾ അങ്ങനെ ഒരു പൊളിറ്റീഷ്യനെ കണ്ടിട്ടില്ല. ബാല്യകാല സുഹൃത്തിനെ പിടിച്ച് കളി പറയുന്ന, അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മൾ കണ്ടിട്ടില്ല. അല്ല ആഞ്ഞൊന്ന് ഒരു ചവിട്ടുന്ന ഒരു സ്ത്രീയെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിച്ചത് ഈ ചവിട്ടാണ്. ആ ചവിട്ടാണ് ആദ്യമേ തന്നെ ചെമ്പൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചത്. അപ്പം അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇന്നായി. പിന്നെ ബാക്കി കാര്യങ്ങൾ കേട്ടപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് എന്ന് ഞാൻ സ്വയം എനിക്ക് മനസ്സിലായി. പിന്നെ അവർക്കും ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാണുന്നവർക്കും ഇവര് കൊള്ളാലോ എന്ന് തോന്നണം. അത് ഇനിയും അത്തരത്തില് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അഭിരാമിയുടെ സിനിമ ഉണ്ടായിരുന്നല്ലോ, ബ്ലാസ്റ്റ്.
ബ്ലാസ്റ്റ് കണ്ടപ്പോഴും ഞാൻ ഓർത്തു, അതിൽ അഭിരാമിയുടെ ഫൈറ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഷെടാ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതാണ് അതിനൊരു ഞാൻ ഹണ്ട് എന്ന് പറഞ്ഞ മൂവി ചെയ്തു. അതില് ഡോക്ടറായിട്ട് അതില് ഈ റോപ്പിൽ കെട്ടി കറക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. കുറച്ചേ സിനിമയിൽ വന്നുള്ളൂ, പക്ഷെ 2 ദിവസം ഞാൻ റോപ്പിൽ കറങ്ങുമായിരുന്നു. ഷാജി കൈലാസ് സാർ എൻ്റെ അടുത്ത് ചോദിച്ചു ചെയ്യാൻ പറ്റുമോ ആദ്യം. മാഫിയ ശശി സാറായിരുന്നു സ്റ്റണ്ട് മാസ്റ്റർ. അപ്പം അതൊക്കെ എൻ്റെ ഭാഗ്യങ്ങളാട്ടോ, ഇതൊക്കെ എല്ലാം ഭാഗ്യമാണ്. അപ്പം സാറും പറഞ്ഞു, അത് മാസ്റ്ററും പറഞ്ഞു, സാറും ചോദിച്ചു എൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുമോ ഇത് റോപ്പിട്ട് കെട്ടി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാം, ഞാൻ ട്രൈ ചെയ്യും എന്ന് പറഞ്ഞു. പാടായിരിക്കും, ഇങ്ങനെയാണ് കാര്യങ്ങൾ, നല്ല വേദന ഉണ്ടാവും ബോഡി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ബോഡി പെയിൻ ഉണ്ടെങ്കിലും ഐ ഡോണ്ട് കെയർ, എനിക്ക് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം വരിക എന്നുള്ളതാണ് നമുക്ക് പറ്റാത്തത്. കിട്ടിയ അവസരം കളയുന്നത് മണ്ടത്തരമല്ലേ. ഞാൻ ഇതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ട്രൈ ചെയ്യാൻ പറ്റുന്ന. അത് ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇപ്പൊ ഷാജി സാർ എൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാ സ്ത്രീകളും ചെയ്യില്ല ഇത്, ഈവൻ പുരുഷന്മാർ പോലും പലരും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ്, അപ്പൊ അത് നന്നായി ചെയ്തു എന്ന് പറഞ്ഞപ്പോ മാസ്റ്ററും പറഞ്ഞു, ശശി മാസ്റ്ററും പറഞ്ഞു നന്നായി ചെയ്തു. അവർ പറഞ്ഞ പോലെ തന്നെ കയ്യൊക്കെ ഒടിയാലോ വീഴുമ്പോഴൊക്കെ, അപ്പൊ അവര് കാണിച്ചു തന്ന പോലെയൊക്കെ ഞാൻ അതുപോലെയൊക്കെ ചെയ്തപ്പം നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ അതാണ് നമുക്ക് കിട്ടുന്നത് നന്നായി ചെയ്യാന്നുള്ളതാണ്. ഫൈറ്റ് ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മലയാള സിനിമയിൽ ചെയ്യാൻ കിട്ടുന്ന വളരെ കുറവ്. അതെ, ഫൈറ്റ് ഒന്നും ഇല്ലല്ലോ മലയാള സിനിമയിൽ. സ്ത്രീകൾ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ വളരെ കുറവല്ലേ. എനിക്ക് തോന്നുന്നു പൊതുവേ സ്ത്രീകൾ ഫൈറ്റ് ചെയ്യുന്നത് കുറവാണ്. ഇപ്പോഴാണ് പിന്നെയും എന്തെങ്കിലുമൊക്കെ വന്നത്. കിട്ടുന്നത് ഭാഗ്യ. ഈ ഭീമന്റെ വഴിയിൽ തന്നെ അതിന്റെ ടീം എന്ന് പറയുന്നത് ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഗിരീഷ് ഗംഗാധരനാണ് അതിൽ ക്യാമറ ചെയ്യുന്നത്. അതേപോലെ എല്ലാം മൊത്തം ബാനറാണ്. ആഷിഖ് കപൂർ ഉണ്ട്, റീമ കല്ലിങ്ങലുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ടീം വർക്ക് ആണല്ലോ. കുഞ്ചാക്കോ ബോബനുണ്ട് കൂടെ, തോന്നുന്നു ത്രൂ ഔട്ട് ഉണ്ട്. എല്ലാ സീനുകളിലും ചേച്ചിയുടെ കൂടെ എല്ലാവരും ഉണ്ട്, എല്ലാ സീനിലും. അതാണ് അവിടത്തെ ഒരു പ്ലസ് പോയിന്റ്. അതാണ് ആ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സിനിമയാണ്. ഇവരെല്ലാം കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു കൂട്ടം ഉണ്ടല്ലോ, ആ കൂട്ടം എങ്ങനെയായിരുന്നു? നമ്മളവിടെ അതും എഗെയിൻ ഒരു ഫാമിലി പോലെയായിരുന്നു. പക്ഷെ ഇതുപോലെയല്ല കേട്ടോ, ഇത് ടിപ്പിക്കൽ നമ്മുടെ വീട്, കുടുംബ ഫാമിലി. മറ്റേത് എന്താ കോളേജൊക്കെ പോലെയാ. നമ്മൾ രാവിലെ എണീക്കുന്നത് എല്ലാവരും ഉണ്ട്, അടിപൊളി, എല്ലാ ദിവസവും സെറ്റിൽ പോകണം, എല്ലാ ദിവസവും എല്ലാവരും വേണം. കാരണം ചില സീൻ നടക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ കോർണറിൽ മാറി നിൽക്കണം. നമ്മൾ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റും സീനിയർ ആർട്ടിസ്റ്റും എല്ലാം. അപ്പം എല്ലാ സീനിലും എല്ലാവരും ഉണ്ട്. അപ്പം അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ നാട്ടിൽ തന്നെ. അത് മനോഹരമായൊരു സ്ഥലവും. അത് ഷൂട്ട് ചെയ്ത് ഇവിടെ എറണാകുളത്താണോ? ഇത് ഷൂട്ട് ചെയ്ത സ്ഥലം കുറ്റിപ്പുറത്താണ്. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ എല്ലാ സീനിലും എല്ലാവരും ഉള്ളപ്പോൾ ആ ഒരു എനർജി അവിടെയുണ്ട്. പിന്നെ നമ്മൾ ഷോട്ടില്ലാത്ത സമയത്ത് മാറിയിരുന്ന തമാശയും കളിയും പറയാം. പിന്നെ കുറെ സ്ത്രീകളുണ്ടായിരുന്നല്ലോ, അപ്പം നമുക്കതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അത് ഒരു ഭയങ്കര എനർജി ഉള്ളൊരു സെറ്റ് തന്നെയായിരുന്നു. ഇതിൽ ചില സീനില് ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ട സമയത്ത് ഓണസ്റ്റ്ലി തോന്നിയത് ട്രെയിൻ പോവാൻ നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്ത് അങ്ങനെ സീൻ എടുത്തതാണോ? ഒരുപാട് സീനുകൾ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് ട്രെയിനിന്റെ ടൈമിംഗ് അറിയാലോ, ഇത്ര മണിക്ക് വരും. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യും ഈ ട്രെയിൻ വരാൻ വേണ്ടി. എന്നിട്ട് റിഹേഴ്സൽ നേരത്തെ എടുത്തു വെച്ചിട്ട് ട്രെയിൻ വരുമ്പോൾ ആക്ഷൻ പറഞ്ഞ് അങ്ങനെ കുറെ സീനുകൾ അങ്ങനെ പോയിട്ടുണ്ട്. ട്രെയിൻ ഭയങ്കര ക്രൂഷ്യൽ ആണ്. ട്രെയിൻ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. കാരണം ഈ ഇത് കെട്ടണമെങ്കിൽ തന്നെ നമ്മൾ ആ റോഡ് വഴി, ഈ ട്രെയിൻ പാളം എല്ലാം അതിൽ കണക്റ്റഡ് ആണല്ലോ. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ചേച്ചി ഇപ്പം ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടെയാണ്. ആളുടെ ഞാൻ ചോദിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഇന്റർവ്യൂസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 80-90% ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മള് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗൂഗിളും ഫോണും ഒന്നും ഇല്ലല്ലോ. നമുക്ക് എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും നമ്മൾ ഒന്നെങ്കിൽ ഇവരുടെ സിനിമ കാണണം, അല്ലെങ്കിൽ ബുക്കിൽ വായിക്കണം, എങ്ങനെ പലരോടും ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പം അത്യാവശ്യം നന്നായി പഠിച്ചിട്ട് വേണം പോവാനും. ഇന്നത്തെ പോലെ ഫൺ ഇന്റർവ്യൂസ് ഒന്നും അന്നില്ലല്ലോ. എല്ലാം നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഇന്നാളാണ്, എങ്ങനെയുണ്ടായിരുന്നു സിനിമ, ഈ ഒരു ലൈനാണ് നമ്മൾ ആദ്യകാലത്ത്. അതേപോലെയായിരുന്നു. ഈ ന്യൂസ് റീഡിങ്ങിന്റെ വേറൊരു വേർഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ അത് മാറിയിട്ടോ. പിന്നെ കുറെ ഞാനും നിർത്തിയ സമയത്ത് കുറെ കൂടെ ഫൺ ഇന്റർവ്യൂസിലേക്ക് കടന്നിട്ടാണ് നിർത്തിയത്. അപ്പം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഇത്രയും അവൈലബിൾ അല്ല അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും. എന്നാൽ പോലും നമ്മൾ ചിലതൊക്കെ അവരോട് തന്നെ ചോദിക്കും.
ഇപ്പൊ ടോവിനോടെയൊക്കെ ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും, ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കണം എന്നുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ഇവരെ പറ്റിയൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇന്നിപ്പം ടോവിനോ അന്ന് ഞാൻ ആദ്യത്തെ പടം അങ്ങോട്ട് ചോദിക്കും, പലരോടും അങ്ങോട്ട് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഇന്റർവ്യൂസ്. ഒന്ന് മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെയൊക്കെ ഇന്റർവ്യൂസ് എടുത്താണ്. അപ്പൊ ഈ സമയത്ത് നമുക്കൊരു പേടി ഉണ്ടാവില്ലേ? കാരണം ഇപ്പൊ നമുക്കാണെങ്കിൽ ഗൂഗിളിൽ നോക്കാം, അവിടെ ഇന്റർവ്യൂസ് പോയിട്ട് റെഫർ ചെയ്യാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെയല്ലേ, പ്രത്യേകിച്ചും മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും കൈയും കാലം വരക്കില്ല. അയ്യോ ശരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം ഇവരെത്ര ഫ്രീ ആന്ന് പറഞ്ഞാലും നമുക്ക് ഇവര് വലിയ സൂപ്പർ സ്റ്റാർ ആണല്ലോ. അപ്പൊ നമുക്കൊരു പേടിയുണ്ടാവും. എസ്പെഷ്യലി ലാലേട്ടന്റെ കുറച്ചുകൂടെയൊക്കെ ഈസി ആയിരുന്നു. എന്നുവെച്ചാൽ ലാലേട്ടന്റെ പുള്ളി മമ്മൂക്കയുടെ അത്രയും നമ്മൾ കേട്ടേക്കണതേ. ആളുകൾ നമ്മളോട് പറഞ്ഞു മമ്മൂക്കയ്ക്ക് ദേഷ്യം വന്നാൽ അപ്പം എറിഞ്ഞിട്ട് പോയിട്ടിട്ട് പോകും അങ്ങനെ. ആദ്യത്തെ ഇന്റർവ്യൂവിന് പുള്ളി മുഖമൊന്നും തന്നില്ല. ഇങ്ങനെ എനിക്ക് ഓർമ്മയില്ല, ഏതൊരു സിനിമയുടെ പ്രൊമോഷൻ ആയിരുന്നു. ചോദിക്കുന്നു, പുള്ളി ഉത്തരം പറഞ്ഞു. സെക്കൻഡ് ഇത് മുതൽ ആൾക്ക് മനസ്സിലായും തോന്നുന്നു, നമ്മളെ പരിചയമായി കഴിഞ്ഞു. പിന്നെ പുള്ളി അത് ഏറ്റെടുത്ത് പിന്നെ ഈസിയായി. അപ്പൊ ആദ്യമൊക്കെ ദേഷ്യപ്പെടുമോ ദൈവമേ ചോദ്യം അങ്ങനെ വച്ചിട്ടൊക്കെയാ ചോദിച്ചിട്ടുള്ളത്. ആങ്കറിങ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഡബിങ് ഫീൽഡിലും ചേച്ചി ഒരുപാട് കാലമായിട്ട് ലൈവാണ്. ഇതൊന്ന് കുറച്ച് മുന്നേ ചേച്ചി പറഞ്ഞപ്പോഴാണ് പല ശബ്ദങ്ങളും അതെ എന്നുള്ളത് നോട്ടീസ് ചെയ്യുന്നത് പോലും. ഈ ഡബിങ്ങിൽ കിട്ടുന്ന ഒരു ത്രില്ല് എങ്ങനെയാണ്? നമുക്ക് തന്നെ ഡബ് ചെയ്യുമ്പോൾ കുറെ കൂടി ഈസിയാണ്. കാരണം നമുക്ക് നമ്മുടെ മീറ്റർ അറിയാം, നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു, ഏത് സ്ഥലത്ത് നമ്മൾ വോയിസ് മോഡുലേറ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ്, ഇതൊക്കെ നമുക്കറിയാം. ഞാൻ തന്നെയാണല്ലോ. പക്ഷെ വേറൊരു ആർട്ടിസ്റ്റിന് ഡബ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി മലയാളി അല്ലാത്തൊരു ആർട്ടിസ്റ്റിന് മലയാളത്തിൽ ഡബ് ചെയ്യുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ചില സ്ഥലത്തൊക്കെ വരാറുണ്ട്. പക്ഷെ ഡബിങ് ഭയങ്കര രസമുള്ള കാര്യം. അത് ഡബ് ചെയ്തിട്ട് നമ്മുടെ വോയിസ് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര അത് വേറൊരാളുടെ ശരീരത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുമ്പം എനിക്കിഷ്ടമാണ് അത് കേൾക്കാനായിട്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഡബ് ചെയ്ത് റിലീസായത് ദൃശ്യം 3 ആണ്. അതിൽ ആ സൈക്കാട്രിസ്റ്റിനെ ഞാനാണ് ഡബ് ചെയ്തത്. അപ്പം ആ ലേഡിക്ക് ഡബ് ചെയ്ത് കഴിഞ്ഞത് തിയേറ്ററിൽ വന്നിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്ത് ചേച്ചി തന്നെയാണ്, ദിവ്യ തന്നെയാണോ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ച്. അപ്പം അത് ആൾക്കാർ അറിയുന്നുണ്ടല്ലോ എന്ന് ഉള്ളതൊരു ഭയങ്കര ഒരു സന്തോഷമായിട്ട്. പിന്നെ എനിക്കിത് കേൾക്കുമ്പോഴും കൊള്ളാലോ എന്ന് തോന്നുമല്ലോ. എൻ്റെ ശബ്ദം പ്രത്യേകിച്ച് ശോഭന പോലുള്ള ആക്ട്രസ്, അവർക്ക് ഒരുപാട് പേര് ഡബ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതേ ആൾക്ക് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ശോഭന ചേച്ചിയുടെ സൗണ്ട് നമുക്ക് പല രീതികളിലാണ്, നമ്മൾ അതിനെ ഒരു സൗണ്ടായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആ ഡബിങ് എങ്ങനെയാ? ശോഭന അവർക്ക് ഞാൻ ഡബ് ചെയ്തേക്കുന്നത് പരസ്യത്തിലാണ്, സിനിമയിലല്ല, ഒരു ആഡിലാണ്. അത് ഒത്തിരി കാലമായി. അത് ഭാഗ്യച്ചയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണല്ലോ. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അത് ഓക്കെ ആയി. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പിന്നെ പരസ്യം ചെയ്തുകൊണ്ട് ഒരുപാടൊന്നും ചെയ്യാനില്ലല്ലോ, കുറച്ചേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര ഒരു എന്തോ അച്ചീവ് ചെയ്തൊരു ഫീലിംഗ് ആയിരുന്നു. ഭീമന്റെ വഴിക്ക് മുന്നേ ചെറിയ കഥാപാത്രങ്ങൾ വരുമ്പോഴും ആളുകൾ പെട്ടെന്ന് കണക്ട് ചെയ്തിട്ടുള്ള കരിക്കിലെ TL എന്നുള്ള ലേബൽ തന്നെ ആയിരിക്കും. കരിക്കിലെ വേഷം വലിയൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ ഇല്ലാന്നല്ല, പക്ഷെ കരിക്കിലെ TL എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പേഴ്സണൽ ആണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു TL അവിടെ വന്നു. അത് ഒരുപാട് ആ സമയത്ത് മീമുകളായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കരിക്കിനായിട്ടുള്ളൊരു ബന്ധം, കരിക്കിലേക്ക് എത്തിയത്, അത് തന്നൊരു എക്സ്പീരിയൻസ്. കരിക്ക് നമ്മളെല്ലാവരും കാണുന്നൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. കരിക്ക് സ്ഥിരമായിട്ട് നമ്മൾ അവരുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് കാണുന്ന ആൾക്കാരാണ് നമ്മൾ വീട്ടിൽ. പിന്നെ അർജുൻ എൻ്റെ കസിനാണ് കരിക്കിലെ. അപ്പം അർജുനാണ് എന്നെ വിളിക്കുന്നത്. അവനിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒരു പരിപാടി ഉണ്ട്, ചേച്ചിക്ക് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു അയ്യോ സംശയമുണ്ടോ, ഞാൻ ചെയ്യാൻ റെഡിയാണ്. കാരണം നമുക്ക് ഇഷ്ടമാണ് കരിക്ക് ടീം. പിന്നെ അവരുടെ കൂടെ ചെയ്തപ്പോൾ ഒരു വേറെ ഒരു രീതിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ജീവനാണെങ്കിലും ഞാനും ജീവനും അർജുനും ആയിരുന്നല്ലോ അതിൽ. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ കുറെ കൂടെ കാഷ്വൽ ആയിട്ട് അവർ ചെയ്യുന്നത്. അപ്പം അത് ഫണ്ണായിരുന്നു മൊത്തത്തിൽ. അത് ശരിക്കും എൻജോയ് ചെയ്ത് തന്നെ ചെയ്തത്. അതിന്റെ റിസൾട്ടും കിട്ടിയായിരുന്നു. ഇപ്പോഴും ചില ആൾക്കാർ കരിക്കിൽ ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവർക്ക് ഇത്രയും സിനിമ ചെയ്തിട്ട് കരിക്കാണല്ലോ ആൾക്കാർ. അതെ 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 അതെ. അപ്പം കരിയറിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഫേസിലാണ് നിൽക്കുന്നത്. ഇതിനെ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകട്ടെ. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ഫണ്ണായിരുന്നു. സോ ഗുഡ് ടു ടോക്ക് ടു യു. സോ താങ്ക് യു ചേച്ചി. താങ്ക് യു ചന്ദ്ര.